ഹായ് ഗായ്സ്, ഇതെന്താ നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് കാണുമ്പോൾ കൽക്കണ്ടം പോലെ തോന്നും, പക്ഷെ കൽക്കണ്ടമല്ല. ഇതിൻ്റെ പേരാണ് പടികാരക്കല്ല്. അതിൻ്റെ ഇംഗ്ലീഷ് വേർഡ് ആലം സ്റ്റോൺ എന്നാണ്. അപ്പോൾ ഈ പടികാരക്കല്ല് എന്താണ്, ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ? മുൻപ് കണ്ടിട്ടുള്ളവർ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇത് തമിഴ്നാട്ടിലൊക്കെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നൊരു സ്റ്റോണാണ്. അവർ ഈ ദുഷിച്ച കണ്ണേറ് എന്നിവയിൽ നിന്നൊക്കെ രക്ഷ നേടാൻ വേണ്ടിയിട്ട് ഇത് ഒരു കറുത്ത ചരടിൽ കെട്ടി വീടിൻ്റെ പുറത്ത് തൂക്കിയിടാറുണ്ട്. പക്ഷേ അത് മാത്രമല്ല ഇതിൻ്റെ ഗുണം, ഇത് പല പല അസുഖങ്ങൾക്കും മരുന്നായി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇപ്പോൾ ഈ വിയർപ്പ് നാറ്റമൊക്കെ ഉണ്ടാവുന്ന ആൾക്കാരുണ്ടല്ലോ, എല്ലാവർക്കും ഉണ്ടാവും, പക്ഷേ അതിനൊരു മരുന്ന് കൂടിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. സംഭവം ഇതിപ്പോൾ ശുദ്ധീകരിക്കാത്ത പടികാരക്കല്ലാണ്. ഇത് ശുദ്ധീകരിച്ച പടികാരക്കല്ലും ഉണ്ട്. അപ്പോൾ ഇതിന് ജസ്റ്റ് 100 ഗ്രാമിന് 20 രൂപയേ ഉള്ളൂ. സംഭവം വില കുറവാണെങ്കിലും അടിപൊളിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണ് ഇത് വിയർപ്പ് നാറ്റം മാറ്റുന്നതെന്ന്. നമ്മൾ കുളി കഴിഞ്ഞാൽ വെള്ളമൊക്കെ തോർത്തിയതിന് ശേഷം നമുക്ക് എവിടെയാണോ വിയർപ്പ് നാറ്റം ഉള്ളത് അവിടെ നമ്മൾ ജസ്റ്റ് ഈ കല്ലിങ്ങനെ ഒരതി കൊടുക്കുക. ഇത് ദിവസം ചെയ്യേണ്ട ആവശ്യമില്ല, ആഴ്ചയിൽ 3 ദിവസമൊക്കെ ചെയ്താൽ മതി. ശുദ്ധീകരിക്കാത്തതാണ് ഗായ്സ്, ശുദ്ധീകരിച്ചത് വേറെ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് നമ്മളിങ്ങനെ ഒരതി കൊടുക്കുക, എവിടെയൊക്കെ ഉള്ളത് അവിടെ ഒരതി കൊടുക്കുക. അതെങ്ങനെ ചെയ്താൽ നമ്മുടെ വിയർപ്പ് നാറ്റം മാറും. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ ഷേവിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് മുറിവൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ ആ മുറിവിൻ്റെ അവിടെ നമ്മൾ ഈ പടികാരക്കല്ല് ജസ്റ്റ് ഒരതി കൊടുത്താൽ മുറിവ് മാറും, രക്തം വരുന്നത് നിൽക്കും. അങ്ങനെ അതൊരു വേറെ പ്രത്യേകതയാണ്. പിന്നെ ജസ്റ്റ് ഇങ്ങനെ ചുമരുമ്മലൊക്കെ വരുമല്ലോ, അങ്ങനെ മുറി ഉണ്ടാവും, അപ്പോൾ അവിടെ തേച്ച് കൊടുത്താലും മാറും. പിന്നെ ക്യാൻസർ മൂലം ഉണ്ടാകുന്ന മുറിവുകളിൽ നിന്ന് വരുന്ന രക്തസ്രാവം നിർത്താനൊക്കെ ഈ പടികാരക്കല്ല് യൂസ് ചെയ്യും. ഇതിപ്പോൾ പൊടിയായിട്ടും കിട്ടും, പൊടി ശുദ്ധീകരിച്ചതാണ് അതിനൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ പൊടി അവിടെ ഇട്ട് കൊടുത്താൽ ജസ്റ്റ് ഒരു 3 ദിവസത്തിനുള്ളിൽ ആ വ്രണമൊക്കെ മാറി കിട്ടും. കൂടാതെ ഇത് ജലശുദ്ധീകരണത്തിന് കൂടി യൂസ് ചെയ്യുന്നുണ്ട്. അത് ശുദ്ധീകരിച്ചതാണ് യൂസ് ചെയ്യുന്നത്. ഇത് ചെറിയ അളവാണ്. നമ്മുടെ വെള്ളമൊക്കെ ശുദ്ധീകരിക്കാൻ ഇതിന് മോറായിട്ടുള്ള അളവ് വേണം. അപ്പോൾ അത് നമ്മൾ ജലശുദ്ധീകരണത്തിന് യൂസ് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ, അത് ശുദ്ധീകരിച്ച പടികാരക്കല്ലാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. അതായത് 1 ലിറ്റർ വെള്ളത്തിൽ 5 മില്ലിഗ്രാം ഈ ആലംപൊടി അല്ലെങ്കിൽ പടികാരക്കല്ലിൻ്റെ പൊടി കലർത്തിയിട്ടാണ് വെള്ളം ശുദ്ധീകരിക്കുന്നത്. അപ്പോൾ ക്യാൻസർ വ്രണങ്ങളൊക്കെ മാറാൻ ജസ്റ്റ് മുറിയുള്ളിടത്ത് ഒരു നുള്ളു പൊടി ഇട്ട് കൊടുത്താൽ മതി. അത് 30 സെക്കൻഡ് നേരം വെക്കണം, അതിന് ശേഷം കഴുകിക്കളയുക. അപ്പോൾ 2-3 ദിവസത്തിനുള്ളിൽ ആ ക്യാൻസറിൻ്റെ മുറിവൊക്കെ ഒന്ന് മാറിക്കിട്ടും, ശമനം ഉണ്ടാവും. പിന്നെ മുഖക്കുരു മൂലമുണ്ടാകുന്ന അടയാളങ്ങൾ, പാടുകൾ ഒക്കെ മാറ്റാൻ ഇത് ഉപയോഗിക്കുന്നതാണ്. ജസ്റ്റ് റോസ് വാട്ടറിലും അല്ലെങ്കിൽ വെള്ളത്തിൽ കലർത്തിയിട്ട് നമുക്ക് മുഖത്ത് പുരട്ടിയാൽ മതി. പിന്നെ കുറച്ച് നേരം വെച്ചിട്ട് അത് കഴുകിക്കളയുക. പിന്നെ ഒരു കാര്യം കൂടിയും, രോമങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ ചുണ്ടിന് താഴെ ഉണ്ടാകുന്ന രോമങ്ങൾ, അത് ഒക്കെ നീക്കാൻ, മുഖത്തുള്ള രോമങ്ങളൊക്കെ നമുക്ക് മാറ്റാൻ കഴിയും. ജസ്റ്റ് ഒരു നുള്ളു പൊടിയിൽ വെള്ളം മിക്സ് ചെയ്ത് നമുക്ക് അവിടെ ഇങ്ങനെ പുരട്ടി കൊടുത്താൽ മതി, അപ്പോൾ അത് മാറിക്കിട്ടും. പിന്നെ ഈ ബ്ലാക്ക് ഹെഡ്സ് ഉള്ളിടത്തൊക്കെ ഞാൻ പറഞ്ഞല്ലോ, അത് ജസ്റ്റ് തടവാനേ പാടുള്ളൂ. അത് തടവാൻ പാടില്ല, ജസ്റ്റ് അവിടെ പുരട്ടി കൊടുത്താൽ മതി. തടവുന്നത് പ്രശ്നമാണ്. പിന്നെ ഇത് എപ്പോഴും യൂസ് ചെയ്യാനും പാടില്ല, അത് ഞാൻ പ്രത്യേകം പറയാം. എന്നും ഡെയിലി യൂസ് ചെയ്യരുത്. നമ്മൾ മുഖത്തിലൊക്കെ ചെയ്യുമ്പോൾ ഒരിക്കലും ഡെയിലി യൂസ് ചെയ്യരുത്. ആഴ്ചയിൽ 2 ദിവസം അത്രയ്ക്ക് ചെയ്യാൻ പാടുള്ളൂ. കൂടുതൽ ഉപയോഗിച്ചാലും പ്രശ്നമാണ്, അപ്പോൾ അത് ശ്രദ്ധിക്കണം. പിന്നെ ഈ കക്ഷത്തിലുണ്ടാകുന്ന കറുപ്പ് നീരൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് ഇത് കൊണ്ട് മാറ്റാൻ കഴിയും. ജസ്റ്റ് നമുക്ക് അവിടെ ഇങ്ങനെ തടവി കൊടുത്താലും മതി, എന്നിട്ട് കഴുകിക്കളയുക. പിന്നെ ജലദോഷം, മെയിനായിട്ടുള്ളൊരു കാര്യം, ജലദോഷം മാറാൻ പറ്റും. അതെങ്ങനെയെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് ജലദോഷം വരുമ്പോൾ ജസ്റ്റ് വെള്ളത്തിൽ കുറച്ച് മിക്സ് ചെയ്യുക. ഒരു നുള്ളു പൊടി മതി, ഒരു നുള്ളു വെള്ളവും മതി, ഒരു തുള്ളി വെള്ളവും മതി. ജസ്റ്റ് അതിൽ നുള്ളു പൊടി ഇട്ടതിന് ശേഷം നമുക്ക് മൂക്കിൻ്റെ മേലെ തടവി കൊടുത്ത് 30 സെക്കൻഡിന് ശേഷം കഴുകിക്കളഞ്ഞാൽ നമുക്ക് ജലദോഷത്തിന് ഒരു ശമനം കിട്ടും. ഇത് ദിവസവും 2-3 പ്രാവശ്യം ചെയ്യണം. അപ്പോൾ 3 ദിവസത്തിനുള്ളിൽ നമുക്ക് റിസൾട്ട് ഉറപ്പാണ്. കൂടാതെ താരൻ മാറ്റാൻ കഴിയും.
താരം മാറ്റുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ഷാമ്പൂവിൽ ഒരു നുള്ള് ആലപ്പൊടി അല്ലെങ്കിൽ പടികാരപ്പൊടി ഉപ്പ് മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ഷാമ്പൂവിൽ ഉപ്പും ഒരു നുള്ള് ആലപ്പൊടി മിക്സ് ചെയ്തിട്ട് അത് തലയിൽ പുരട്ടി കൊടുക്കുക. അപ്പോൾ താരന് ഒരു ശമനം ഉണ്ടാവും. കൂടാതെ തലച്ചൊറിച്ചിലിനും ഇത് വളരെ നല്ലൊരു മരുന്ന് കൂടിയാണ്. പിന്നെ ഡാർക്ക് സർക്കിൾസ് ഒക്കെ മാറും. അതൊക്കെ ജസ്റ്റ് ഒരു നുള്ള് പൊടി മതി. അപ്പോൾ വളരെ ഗുണമുള്ള ഒരു സംഭവമാണ് ഈ പടികാരക്കല്ല്. ഇത് ആയുർവേദ ഷോപ്പിൽ കിട്ടും. ജസ്റ്റ് 20 രൂപ മതി, 100 ഗ്രാം കിട്ടും. പിന്നെ വിയർപ്പ് മാറ്റമൊക്കെ മാറാൻ അസ്സൽ സംഭവമാണ്. ഞാൻ യൂസ് ചെയ്തതാണ്, റിസൾട്ട് ഉണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും പിന്നെ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ടാവുമല്ലോ ഇതുമൂലം. അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് ഉപകാരമാവും. അപ്പോൾ പ്ലീസ് ഷെയർ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. ഓക്കെ, ബൈ.